രചന ജിന്നിന്റെ മാലാക. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ CM നൂഞ്ഞേരി. അസ്തമയ സൂര്യന്റെ ശോഭയിൽ തെളിഞ്ഞു നിൽക്കുന്ന നീലസാഗരം. അവിടെ 50-55 പ്രായം തോന്നിക്കുന്ന വൃദ്ധൻ ഹസൻ. ഒരു വെള്ളയിൽ നീലക്കര വരുന്ന മുണ്ടും നീല നിറത്തിലുള്ള ഷർട്ടുമാണ് വേഷം. ഇരുവശത്തുനിന്ന് 2 കുറുമ്പികൾ അയാളുടെ കൈയും വലിച്ചുകൊണ്ടുവന്ന് വെള്ളത്തിൽ കളിക്കുകയാണ്. ഹസൻ ഒരു KSRTC ഡ്രൈവറാണ്. 2 പെൺമക്കൾ. മൂത്ത പുത്രിയാണ് ഷാഹിറ എന്ന ഷാഹി. എറണാകുളം മഹാരാജാസ് കോളേജിൽ BCom പഠിക്കുകയാണ്, 3rd ഇയർ. രണ്ടാമത്തെ മകൾ ഷാഹിന എന്ന ഷാനു. എറണാകുളം തന്നെയുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിൽ +2 ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ പഠിക്കുകയാണ്. ഷാഹി ഒരു ബ്ലൂ സൽവാറാണ് ധരിച്ചിരിക്കുന്നത്. ചെറിയ കുട്ടി ഷാനു. അവളൊരു ഗ്രേ ബാഗി പാന്റും ഐസ് ബ്ലൂ കളർ ഷോർട്ട് ടോപ്പുമാണ് വേഷം. മാസത്തിലൊരിക്കലും ഉപ്പയും മക്കളും തമ്മിലുള്ള ഈ ഒരു കറക്കം പതിവാണ്. ഡാഡി ഗിരിച്ചേ, ഒരു ഐസ്ക്രീം കൂടി വാങ്ങിത്തായോ പ്ലീസ്. ഷാഹിയാണ്. എടി കുരുട്ടെ, നിന്റെ തന്തയാടി ഞാൻ. ഡാഡി ഓൺ ഫയർ. അതിൽ നിന്ന് ആര് പറഞ്ഞു? അപ്പൊ ആരും പറയാത്തന്നെ രണ്ടിനും അത് അറിയാലേ. എന്നിട്ടാണോടി നീ എന്നെ ഡാഡി ഗിരിജെന്ന് വിളിക്കുന്നത്? ആവോളം വിഷമഭാവം മുഖത്ത് വാരി വിതറിയാൾ പറഞ്ഞു. എന്റെ ഉപ്പച്ചി, നിങ്ങളെ കണ്ട ഒരു ഗുണ്ടയുടെ ലുക്ക് ഉണ്ടെന്ന് എന്റെ ഫ്രണ്ട്സൊക്കെ പറയാറ്. അതുകൊണ്ടല്ലേ ഞാൻ ഉപ്പാക്ക് അങ്ങനെ പേരിട്ടെ. എങ്ങനെ, കൊള്ളാലേ? ഷായി ഒരു കുറുമ്പോടെ അയാളുടെ നരബാധിച്ച മീശ വിരിച്ചുകൊണ്ട് പറഞ്ഞു. മതി മതി, ഉപ്പച്ചി പോയി ഒരു ഐസ്ക്രീം കൂടി വാങ്ങിവായോ. ഇത് എത്രാമത്തെയാണെന്ന് വല്ല ബോധമുണ്ട് രണ്ടിനും. ഇങ്ങനെ പോയാൽ എനിക്ക് മുന്നേ നിങ്ങൾ രണ്ടിനെയും ഷുഗർ ബാധിച്ചു എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ കിടത്തേണ്ടി വരുന്നാ തോന്നണേ. 2 മക്കളെയും ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉപ്പച്ചി. നൗ ഇറ്റ്സ് ജസ്റ്റ് 3. നേരത്തെ കഴിച്ചൊക്കെ ദഹിച്ചു പോയേ നീ. ഷാനു അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു. ജനിപ്പിച്ചു പോയി. നിന്നെയൊക്കെ വളർത്തുന്നതിലും ഭേദം വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എന്നാൽ അത് കൊലക്കത്തില്ലായിരുന്നു. എന്നാ ഞാൻ തെങ്ങ് വെക്കും. എന്നാ അതിന് മണ്ടരി വന്നേനെ. ഇതുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ? ഞാൻ വെക്കുന്ന വാഴയൊന്നും കൊലക്കത്തുമില്ല. അതും പറഞ്ഞ അയാൾ ഐസ്ക്രീം വിൽക്കുന്ന ആളുടെ അടുത്ത് നിന്ന് 3 അരണിന്റെ ബട്ടർ സ്കോച്ചും വാങ്ങി അവർക്കടുത്തേക്ക് വന്നു. തിരക്കിട്ട പണിയെടുക്കുകയാണ് ഫൈസൽ. കൂടെ തന്നെ ഭാര്യ ഫസീലയും ഉണ്ട്. എന്തായി, എല്ലാം ഓക്കെ ആണോ? അവരിന്ന് നൈറ്റ് എത്തുന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ശരിയാക്ക. എനിക്ക് എന്റെ മോളെ കാണാൻ കൊതിയാവാ. എത്രയും പെട്ടെന്ന് ഇങ്ങനെ എത്തിയാൽ മതിയായിരുന്നു. എനിക്ക് വാസനെ കാണുന്നുള്ള എക്സൈറ്റ്മെന്റാ. കുറെ കാലങ്ങൾക്ക് ശേഷമല്ലേ വീണ്ടും കാണുന്നു. അല്ല, എവിടെ നമ്മുടെ സീമന്തപുത്രൻ? സച്ചി എത്തിയിട്ടില്ല. അവർ അറിയാത്ത ഭാഗത്തോടെ കൈമലർത്തി. കാര്യവും ചെയ്ത് ശരിയാ. എനിക്കെന്റെ ഫ്രണ്ടിന്റെ മോൾ തന്നെ കിട്ടുന്ന മോളായിട്ട്. എന്നാൽ ആ കൊച്ചിവനെ ചെറുപ്പത്തിൽ കണ്ട കുറെ കാലമായിട്ടൊന്നും കണ്ടിട്ട് പോലില്ല. അതെനിക്ക് ടെൻഷനാവുന്നേ. ചുമ്മാ കിടന്ന് ടെൻഷൻ അടിക്കാതെ മനുഷ്യ. അതിലാവും നോക്കിക്കോളും. അവനെ എന്റെ മോനാ. എനിക്കും ആ പ്രോപ്പർട്ടിയിൽ ഈക്വൽ ഷെയർ ഉള്ള കാര്യം എന്റെ ഭാര്യ മറന്നോ? മറന്നിട്ടൊന്നുമില്ല. അവൻ്റെ ഈ തല്ലുകൊള്ളി തിരക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന ആ ഹാഫ് ഷെയറിൽ നിന്നുള്ളതാണെന്ന് എനിക്ക് അറിയാവുന്ന. ചുമ്മാ അത് എടുത്തെടുത്ത് പറയാതെ മനുഷ്യ. അവരയാളൊന്ന് പൂച്ചയിച്ചുകൊണ്ട് ബാക്കി പണികളിലേക്ക് തിരിഞ്ഞു. പിന്നെ മോശം ക്യാരക്ടറൊക്കെ എന്നിൽ നിന്ന് നല്ലതൊക്കെ അവളിൽ നിന്നും തിരിച്ചായിരിക്കും. താടക. ഫസീല പോയ വഴി നോക്കി പിറിവിർത്തുകൊണ്ട് അയാളും തന്നെ പണികളിലേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് പുറത്തുനിന്നൊരു ബുള്ളറ്റിന്റെ കാതടിപ്പിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഇവനെ കൊണ്ട്. അതും പറഞ്ഞ് ചാടിത്തുള്ളി അടുക്കളയിൽ നിന്ന് വരുന്ന ഭാര്യ ഫൈസലോ നോക്കി. പോണ പോക്കണ്ടാ തോന്നും. അവനെ പിടിച്ച് 4 കൊടുക്കാനാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞില്ല. മോനെയും കുഞ്ചിച്ചുകൊണ്ടിരുന്ന ഭാര്യയ്ക്കാണ്. ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു. ഇതെത്ര കണ്ടതാ എന്ന ഭാഗത്തിൽ ഇരുന്നു പോയി അയാൾ. നീ എങ്ങോട്ട് പോയതാ സച്ചു? ഈ നേരത്ത് കോളേജിൽ പോയതോ? നാളെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് എൻഗേജ്മെന്റ്, നാളെ 2 കൂടെ ഒരു കോളേജിൽ. ആദ്യം നീ മോൾ തമ്മിലൊന്ന് പരിചയപ്പെട്ട് എന്നിട്ട് പോരാ, ഇപ്പൊ വേണം. അയാൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അയാൾക്കുള്ള മറുപടി എന്ന പോലെ അവൻ പറഞ്ഞു. ഇവനെ കൊണ്ട് ഫസിയെ നീ നോയിക്കോ. ഇങ്ങനെ പോയാൽ കെട്ടുതന്നെ നടത്തി കൊടുക്കാനുള്ള സാവകാശം ഇവൻ നമുക്ക് തരും തോന്നില്ല. ഒന്ന് മിണ്ടാണ്ടിരിക്കും മനുഷ്യ. മിണ്ടാതിരിയല്ല, നമ്പൂതിരിയും ചന്ദനത്തിരിയാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അതെ, ഞാൻ പോവും. നിങ്ങൾ എനിക്ക് അവളെ കെട്ടിച്ചന്നില്ലെങ്കിലേ വാപ്പയാണ് സത്യം. ഞാൻ അവളെയും കൊണ്ട് നാടുവിടും. എന്നാ നിന്റെ മുട്ടുകാല് തല്ലിയെടുക്കും ഞാൻ. നല്ല രീതിയിൽ വളർന്ന പെങ്കൊച്ചിനാവും വഷളാക്കുന്നോ? ഫാസി, നീ തന്നെയാണ് ഈ പറയുന്നത്. അങ്ങനെ ചോദിക്കും വാപ്പച്ചി. അതെ, എന്നെ മാതാശ്രീ തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. ഡോണ്ട് ഡു. എത്ര കാലമായി നിന്നിൽ നിന്ന് ഇങ്ങനെ പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നറിയോ? അത് ശരി. അപ്പൊ ഇത് നിങ്ങൾ 2 ഓൾഡ് പീപ്പിൾസ് എനിക്കിട്ട് താങ്ങുമായിരുന്നല്ലേ? സമ്മതിക്കില്ല ഞാൻ. അല്ലേലും ആർക്ക് വേണം നിന്റെ സമ്മതം? ഫൈസൽ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേ ചെക്ക, ഞങ്ങൾ രണ്ടിനും ഇനി അവള് മതി. ഷാഹി ഞങ്ങളുടെ മോളാ. ഇനി നീ ഗെറ്റ് ലോസ്റ്റാ, കേട്ടല്ലോ? നിങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ എൻ്റെ മനസ്സാക്ഷി പ്രകാരം നമ്മുടെ ഫാമിലി അവരുടെ ഫാമിലി എന്ന് ഒന്നായിരിക്കാൻ ചെയ്യുന്ന ഈ ത്യാഗം കാണാതെ എന്നെ നിങ്ങൾ ഇങ്ങനെ അധിക്ഷേപിക്കരുത്. എന്തോ? എങ്ങനെ? അവനൊരു ത്യാഗം? സത്യം പറ, ഇതൊക്കെ നീ പ്ലാൻ ചെയ്തല്ലേ? അങ്ങനെ എല്ലാം ഒന്നും എൻ്റെ പ്ലാനല്ല. ഞാൻ അവൾ ചെറുപ്പം മുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ നമ്മൾ നാട് മാറി പത്തനംതിട്ടയിലോട്ട് വന്നു. അന്നൊക്കെ ഞാൻ അവൾ ഒത്തിരി മിസ് ചെയ്തിരുന്നു. അന്ന് അവളുടെ ഉപ്പ വന്നപ്പോൾ ഞാൻ അങ്ങനെ ചോദ്യം ചോദിച്ചു. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അവളുടെ യൂട്യൂബ് ചാനലിലൂടെ അവളെ ഞാൻ ശ്രദ്ധിച്ചു. അവൾക്ക് വേണ്ടി തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിലൂടെ വന്നതും അവൾ പഠിക്കുന്ന സെയിം കോളേജിൽ തന്നെ ലെക്ചറായിട്ട് വരെ ആപ്ലിക്കേഷൻ നൽകിയതല്ല.
എല്ലാം തത്ത പറയുന്ന പോലെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ എന്ന ഭാഗത്ത് നിൽക്കുന്ന സൽപുത്രനെ കാണി അറിയാതെ മാതാപിതാക്കളുടെ വാതാനെ തുറന്നു പോയിരുന്നു. അമ്പട പടുവാ, നീ കൊള്ളാം. നീ നമ്മുടെ കുടുംബ പേര് വാനോളം ഉയർത്തു. എനിക്ക് നിന്നിലാണ് പ്രതീക്ഷ. കീപ് ഇറ്റ് മൈ ബോയ്. അവന്റെ ഷോൾഡറിൽ തട്ടിയാൾ അഭിമാനത്തോടെ പറഞ്ഞു. ഇതിപ്പോ എന്താ, എന്നെ അഭിമാനിച്ചതോ അതോ അപമാനിച്ചതോ? എന്താവട്ടെ, നമുക്ക് വേറെ പണിയുണ്ട്. സ്വയം പറഞ്ഞുകൊണ്ട് അവനും അവരുടെ കൂടെ ഓരോ പണികളായി കൂടിയിരുന്നു. ആൽറെഡി താത്തോയി, ഇപ്പൊ എങ്ങനെ റീച്ചൊക്കെ ഉണ്ടോ നമ്മുടെ വീഡിയോസിന്? മണലിരുന്ന് ഉപ്പയും മക്കളും കൂടെ നീലവസ്ത്രവും ധരിച്ച് വെള്ളത്തിൽ കളിക്കുന്നു. ചായയും കടിയും കഴിക്കുന്നതിന്റെ എല്ലാം പിക്സ് സ്റ്റോറിയും പോസ്റ്റും ഇടുന്നവൾക്കരികിലായി വന്നിരുന്നുകൊണ്ട് ഷാനു ചോദിച്ചു. കുഴപ്പമില്ല, അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട്. നീ ഇന്നെടുത്ത് പോസ്റ്റ് ചെയ്തോ യൂട്യൂബിൽ? ഇല്ല, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുക. ഇന്ന് രാത്രി 9 മണിക്ക് ലെങ്തി ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഒരു കൊളാഷ് പിക്ക് കൂടെ ഇടണം. ഈ യൂട്യൂബ് ചാനലും പോസ്റ്റൊക്കെ ആയിട്ട് നടക്കുമ്പോഴേ പഠിപ്പിൽ ഉഴപ്പിയാലുണ്ടല്ലോ, രണ്ടും എന്നെ തനി സ്വഭാവം ഞാൻ പുറത്തെടുക്കും. മുണ്ട് മടക്കി കുത്തി കയ്യിൽ 3 ഐസ്ക്രീം പിടിച്ച് അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് അയാൾ പറഞ്ഞു. എന്റെ ഉപ്പച്ചി, ഈ യൂട്യൂബ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോ പ്രോബ്ലം ഒന്നും ഇല്ലെന്നേ. പഠിപ്പോ അതിന്റെ വഴിക്കങ്ങ് നടന്നോളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ റീച്ച് പറയുന്നേ. ആയിക്കോട്ടെ, വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അറിയാലോ, നിന്റെ ഫൈനൽ സെമസ്റ്ററാ വരുന്നത്. നന്നായിട്ട് പഠിക്കണം കേട്ടോ. പക്ക. രണ്ടാളും ഒരുമിച്ച് അയാളോട് പറഞ്ഞു. നോക്കട്ടെ. എടി കൊച്ചേ ഷായി, നിനക്ക് വല്ല പ്രണയമുണ്ടോ? എന്തോ ഉപ്പച്ചി ഇങ്ങനൊരു ചോദ്യം? ഒന്നുമില്ല, എനിക്ക് ചോദിക്കണം തോന്നി. നീ ഉത്തരം എന്താ? സത്യം സത്യമായി പറയാവൂ. എന്നാലേ ആ ചെക്കന് ഉപ്പച്ചിക്ക് തല്ലിയൊതിക്കാൻ പറ്റുള്ളൂ. നീ മിണ്ടായിരിക്കും ഷാനു. എൻ്റെ ഉപ്പയാണ് സത്യം. എനിക്ക് പ്രണയം തോന്നിയിട്ടില്ല. എന്നാൽ ചില പയ്യന്മാരെ കാണാൻ കൊള്ളാലോന്നൊരു തോന്നലൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം അയാളുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്തുകൊണ്ടും ബാക്കി ആ കൈ പിൻവലിച്ചുകൊണ്ട് ഇടം കണ്ടിട്ട് ഉപ്പാനെ ഒന്ന് പാളി നോക്കിയുമായി അയാളോട് പറഞ്ഞൊപ്പിച്ചു ഷാഹി. ഉള്ളതാന്നൂടി, വിശ്വസിക്കാവോ? നീ എന്നെ വിശ്വാസമല്ലേ? എൻ്റെ ഉപ്പച്ചി എനിക്കായിട്ട് കണ്ടുപിടിക്കുന്ന ചെക്കൻ മതി എനിക്ക്. സത്യം പറയാലോ, നിങ്ങളെ രണ്ടിനെ എനിക്ക് അത്രയ്ക്ക് അങ്ങ് വിശ്വാസമില്ല. അതെന്താ ഉപ്പച്ചി അങ്ങനെ ഒരു ടോക്ക്? ഞാനും വേണേ സത്യം ചെയ്യാം, എൻ്റെ ഉപ്പയാണേ എന്നും പറഞ്ഞ് സത്യം ചെയ്യാനായിട്ട് ഉപ്പാന്റെ തലയിലോട്ട് കൈ കൊണ്ടുവന്ന ഷാനുവിന്റെ കയ്യിൽ അയാൾ പിടുത്തമിട്ടു. എന്തായാലും തലക്കടിച്ചുള്ള സത്യമൊന്നും വേണ്ട. അതെന്താ ഉപ്പാക്ക് വിശ്വാസം ഉണ്ട്? അപ്പോ അത്രക്ക് അങ്ങ് നിർബന്ധമാണെങ്കിൽ സ്വയം തലക്കടിച്ചാ മതി. അവളെ പിന്നെയും വിശ്വസിക്കാം. എന്നാ നീ എന്റെ മോളായതുകൊണ്ട് പൊക്കി പറയണമെന്ന് കരുതരുത്. നിന്നെ പോലൊരു വായി നോക്കി ഞാൻ ഈ ഭൂലോകത്ത് കണ്ടിട്ടില്ല. ഉപ്പാക്ക് വിശ്വാസമായില്ലല്ലേ? വേണേ സത്യം ചെയ്യാൻ ഞാൻ ഇപ്പോഴും റെഡിയാട്ടോ. വേണ്ടായേ, രണ്ടിനും എന്റെ പുക കാണാതെ വയ്യെന്നാ തോന്നുന്നത്. എനിക്ക് കുറച്ചധികം കാലം ജീവിക്കാൻ താല്പര്യമുണ്ട് പിള്ളേരെ. എന്താ, മറ്റുപ്പമാരെ പോലെ ഞങ്ങൾ രണ്ടാളെയും കെട്ട് കാണാനും പിന്നെ ഞങ്ങളുടെ കൊച്ചുങ്ങളെ കളിപ്പിക്കാനൊക്കെ ഉള്ള ആഗ്രഹംകാരനാണോ ഉപ്പച്ചി? അയ്യേ, എനിക്ക് അങ്ങനെ ഒരു ബൂതിയില്ലെന്നേ. എത്രയും വേഗം രണ്ടിനെ കെട്ടിച്ചുവിട്ടിട്ട് വേണം മനസ്സമായിട്ട് ഇങ്ങനെ വീട്ടിലൊന്ന് കിടക്കാൻ. ആ ഒരു രണ്ടിനെയും പുച്ഛിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. പിന്നെ ഷാനു, ആ ചെക്കൻ അത്ര പോരാ. ഏത് ചെക്കൻ ഉപ്പച്ചി? ഷാനു ലേശം പരിങ്ങലോട് അയാളോട് തിരക്കി. കൂടെ ഷാഹിയെയും നോക്കുന്നുണ്ട്. അവിടെ സംശയഭാഗത്തിൽ ഷാനുവിനെയും ഉപ്പയും മാറി മാറി നോക്കുവാണ് ആള്. സുഭാഷ് തിരുപ്പതിയായി. ഇന്നെന്റെ എല്ലൂരി പുള്ളിക്കാരി സൂപ്പാക്കി കുടിക്കും. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു ആ ബോറട്ടിങ് ചെയ്യുന്ന പയ്യനെ, നിന്റെ ഉണ്ടക്കണ്ണും തള്ളിയുള്ള നോട്ടം. ഞാൻ കരുതി ആ കണ്ണ് രണ്ടുരുണ്ട് താഴെ വീഴുന്നു. അതുകൊണ്ടാണ് ഞാൻ വേഗം ഐസ്ക്രീം കൊണ്ടിങ് വന്ന്. ഇല്ലേ കണ്ണ് രണ്ടും മണ്ണിന്ന് പെറുക്കിയെടുക്കേണ്ടി വന്നേനെ. അതും പറഞ്ഞ് കണ്ണടിച്ചിരിക്കാൻ ഡാഡി കിരിച്ച. പറയുന്ന കേട്ടാന്ന് ഉപ്പിച്ച് വളരെ ഡീസെന്റ് ആണെന്ന്. ചായ കുടിക്കാനായിട്ട് അപ്പുറത്തെ ചായക്കടി ചെന്നപ്പോ അവിടെയുള്ള ആ ചേച്ചി വായി നോക്കി ഞാനും കണ്ടിരുന്നു. പാവം, ആകെയുള്ള ഉപ്പയിൽ നിന്ന് കരുതി മിണ്ടായിരുന്നപ്പോ താലി കയറി ടപ്പാങ്കുത്ത് കളിക്കുന്നോ? അത് പിന്നെ ആ പെണ്ണ് പിള്ളയെ കണ്ടപ്പോ എനിക്ക് എന്റെ ഇന്നേ വരെ ജനിക്കാതെ പോയ പെങ്ങൾ ഓർവന്നു. അതുകൊണ്ടൊന്ന് നോക്കിപ്പോയതല്ലേ, അല്ലാതെ വായി നോക്കിയതൊന്നല്ല. മീ അത്രക്കാരൻ നെഹിഹേ, നെഹിന്ന് പറഞ്ഞാ നെഹി. വലിയൊരു പുണ്യാത്മാവ് വന്നിരിക്കുന്നു. അതെങ്ങനെയാ, മത്തം കുത്തിയിട്ട കുമ്പളം മുളക്കില്ലല്ലോ. ഇത് എവിടുന്ന ഇങ്ങനെ ഒരു അശരീരി എന്നും പറഞ്ഞ് നോക്കിയവർ കാണുന്നത് തങ്ങൾ രണ്ടിനെയും പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന ഷാഹിയാണ്. വേണയില് ചക്ക വേരിലും കായ്ക്കുന്നു നീ കേട്ടിട്ടില്ലേ? അവളുടെ കൗണ്ടടിക്ക് പുറകെ ഉപ്പ തിരിച്ചും കൗണ്ടടിക്കുകയാണ്. എല്ലാ ചക്കയും വേരിൽ കായ്ക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ വേരി കായ്ക്കുന്ന ചക്കയെ ആര് കാണാനാ? ഞാനും വിട്ടുകൊടുക്കാൻ റെഡിയല്ലെന്ന ഭാഗത്തിൽ കട്ടക്ക് ഷാനു അവർക്കിടുന്ന് മണലിരുന്നുകൊണ്ട് പറഞ്ഞു. മതി വാ എണീക്ക്, സമയം ലേറ്റായി, നമുക്ക് വീട്ടിൽ പോകണ്ടേ? മറന്നോ രണ്ടും? നാളെ എനിക്ക് കോളേജും ഉണ്ട്. സമാധാന സന്ധ്യ ഒപ്പിവെച്ച് ഷാഹി എണീറ്റു. അപ്പോഴേക്കും കടൽ കാറ്റുകൊണ്ട് മൂന്നിന്റെയും വസ്ത്രമൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഷാഹി മോളെ, കോളേജിൽ പോകാൻ വല്ലാത്തൊരു ഉഷാറ്? എങ്ങനെ കോളേജ് കെട്ടടിക്കണം നോക്കിയാൽ നാളാ. ഇപ്പൊ എന്തു പറ്റി? ഒരാക്കലോടെ ഷാനു ഷാഹിയോട് ചോദിച്ചു. ഹസൻ അവൾ അതിനൊന്ന് കണ്ണുരുട്ടി കാണിച്ചു. അവൾ തിരിച്ചും സൈറ്റ് അടിച്ചു. എന്തു ഷാറ്, എക്സാം ആയില്ലേ, അപ്പൊ കുറെ ടിപ്സ് കിട്ടും, അതാ, അല്ലാ വേറെന്താ? ഷാനു ഒരാക്കലോടെ മൂളി. മതി വാ പോവാം. ഇനി ഇവിടെ നിന്നാലേ ഈ ഇളയ കുരുട്ട് പ്ലാനെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയനെ.
അതും പറഞ്ഞ അയാൾ മണലിൽ നിന്ന് എണീറ്റ് ഉടുത്ത മുണ്ടൊന്ന് താഴ്ത്തി വിട്ട് നല്ല ടൈറ്റിൽ ഉടുത്ത് മടക്കി കുത്തി. എന്നിട്ട് സ്ലോ മോഷനിൽ നടത്തവും. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വായി നോക്കോ, പക്ഷെ നമ്മൾ ആരെയും നോക്കുന്ന അവൻ പോലും അറിയാത്ത രീതിയിലായിരിക്കണമെന്ന്. എന്തൊരു ക്ലാസ് എടുത്ത് തന്നിട്ട് ഞാൻ, എന്നിട്ട് നീ ഇങ്ങനെയാണോ? ഉപ്പാന്റെ പുറകെ പോകാൻ തുടങ്ങിയ ഷാനുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഷാഹി പറഞ്ഞു. ഓ, ആ കാര്യത്തിൽ എനിക്ക് നിന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ലെന്നേ. ഇനിയുണ്ടല്ലോ ടൈം, നമുക്ക് സെറ്റാക്കി എടുക്കാം നീ. ആ എന്നാ ഓക്കെ. അല്ല, ആ പയ്യനെങ്കിണ്ടടി കിടുവാണോ? ആ, ഞാൻ അങ്ങോട്ട് വന്ന ഇപ്പൊ തന്നെ രണ്ടിനെയും കിടുവാക്കി തരാം, വേണോ? വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഉപ്പ പോയില്ലേ? ആകെ വളർത്തുന്ന 2 കോഴിക്കുട്ടികളാ. ആ രണ്ടിനെയും മേക്കാൻ പുറത്തോട്ട് ഇറങ്ങിയതാ. ഇനി അതിനെ തിരിച്ച് കോഴിക്കൂട്ടിലടക്കാതെ എനിക്കൊരു ഉറക്കമല്ല പിള്ളേരെ. അങ്ങനെ അവർ മൂവരും സംസാരവും കളിയും ചിരിയുമായി അവരുടെ ബ്ലാക്ക് XUV 700-ൽ ബീച്ചിൽ നിന്ന് ഹോട്ടൽ ദവാത്തിൽ വന്ന് നിർത്തി. വിശപ്പിന്റെ വിളി കാരണം പെട്ടെന്ന് തന്നെ ഹോട്ടലിനകത്തേക്ക് അവർ പ്രവേശിച്ചു. ഹോട്ടൽ ദവാത്ത്, വാവ്, അടിപൊളിയില്ലേ? LED ലൈറ്റിനാലും മറ്റ് അലങ്കാരപ്പണികളാലും മനോഹരമാക്കിയ രാത്രിയുടെ ഇരുട്ടിൽ വെട്ടിത്തിളങ്ങുന്ന ആ ഹോട്ടൽ ആകെ മൊത്തമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് വിടർന്ന കണ്ണാലെ അവൾ പറഞ്ഞു. ഷായ്, നീ ഫോൺ എടുത്തില്ലേ കാർന്ന്? ആ, എന്തേ? വീഡിയോ എടുക്ക്, എന്തായാലും ഇതൂടെ നമുക്ക് ആഡ് ചെയ്യാം. വീഡിയോയുടെ ലെങ്ത് വ്യൂസ് കൂട്ടാനുള്ള ഒരു കണ്ടന്റ് കിട്ടുവാണെങ്കിലോ? ഒരു കള്ളലക്ഷണത്തോടെയാണ് ഷാനോദ് പറഞ്ഞെങ്കിൽ ഷാഹി അവളുടെ ലക്ഷണം ശ്രദ്ധിക്കാതെ അവൾ പറഞ്ഞ കാര്യം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കാറിലെ ഡാഷ്ബോർഡിൽ വെച്ച ഫോൺ കയ്യിലെടുത്ത് ചില ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തി. പള്ളയിടുന്ന തള്ളക്കുള്ളി തുടങ്ങി. നേരം കുറേ, വേഗം ഓർഡർ കൊടുക്കുപ്പാ. അവിടെയായി സെറ്റ് ചെയ്തിരിക്കുന്ന ഫാമിലി സ്പേസിൽ ചെന്നുകൊണ്ട് ഷാഹി പറഞ്ഞു. അപ്പൊ തന്നെ അവർക്കടുത്തായി ഒരു പയ്യൻ വന്നിരുന്നു. അവൻ പറഞ്ഞു, സർ, അവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് വരൂ. അതും പറഞ്ഞ് തിരിഞ്ഞടക്കാൻ നിന്ന പയ്യനെ അവൾ വിളിച്ചു. അതെന്താ? ഞങ്ങൾക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ. യു ആർ അവർ ന്യൂ കസ്റ്റമർ ആൻഡ് ഇന്നിവിടെ ഒരു ഫംഗ്ഷൻ കൂടെ നടക്കുന്നുണ്ട്. എന്ത് ഫംഗ്ഷൻ? എൻ്റെ ഷാനു, അതൊക്കെ അവിടെ പേഴ്സണൽ മാറ്റേഴ്സ് അല്ലേ. വാ, നമ്മൾ എന്തിനാണ് വന്നേ, ആ കാര്യം നമുക്ക് നോക്കാം. അതും പറഞ്ഞ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാനൊരുങ്ങി. ആ ഷായ്, ഫോണിൽ നിൽക്കതാ, ഞാൻ എടുത്തോളാം വീഡിയോസ്. എന്തായാലും ഇവരായി കൊണ്ടുപോകല്ലേ, ചിലപ്പോൾ വല്ല കണ്ടന്റും കിട്ടിയാലോ. അവൾ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി ഷാഹി ഫോൺ ഷാനുവിന് കൈമാറി. അവർ ആ പാർട്ടി ഹാളിൽ എൻ്റർ ആയതും 2 സൈഡിൽ നിന്നും പോപ്പേഴ്സ് പൊട്ടി. ഇതെന്താ ഉപ്പച്ചി, നമ്മളെന്താ പോലെ സെലിബ്രിറ്റീസും ആണോ? നമ്മളല്ല, നീ. ഞാനോ? അതെ, നീ തന്നെ. ഇന്ന് മോളുടെ എൻഗേജ്മെന്റാ. വാട്ട്? ഫൈസുപ്പ, ഫാസിമ, നിങ്ങളെന്താ ഇവിടെ? തന്റെ ഉപ്പാന്റെ ഉറ്റ സുഹൃത്തായ ഫൈസലിനെയും ഫസിലെയും നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ടും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവരെ കണ്ടതിനാലും സന്തോഷത്താലും തെല്ലൊരു അമ്പരപ്പോ അതിശയവും കലർന്ന ഭാവത്താലും അവൾ അവരോട് തിരക്കി. ഫാസിമ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് ക്ലിയർ ആയി തെളിച്ചു പറയും, എന്താ ഇവിടെ നടക്കുന്നത്? നമ്മുടെ എൻഗേജ്മെന്റ് ഷായി. പുറകിൽ നിന്നും പെട്ടെന്ന് കേട്ട ശബ്ദം ആരുടേതാണെന്ന് ചിന്തിച്ച് തിരിഞ്ഞ് അവളുടെ കണ്ണ് മിഴിഞ്ഞു വന്നു. നമ്മുടെയോ? സച്ചുക? അതെ, ഞാൻ തന്നെയാ. മോളെ ഷായി, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് കാണുന്നത്. ഇനി വീണ്ടും പിരിഞ്ഞു പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത തീരുമാനം ഇത്. മോളുടെ അഭിപ്രായം ചോദിക്കാതിരുന്ന തെറ്റ് തന്നെയാ. എന്ത് ചെയ്യാനാ, ഈ ചക്കരും നിന്റെ പെങ്ങളുരിപ്പും ചേർന്ന് എനിക്കൊരു സർപ്രൈസ് ആക്കി നൽകാമെന്ന് വാശി പിടിച്ചോണ്ടാ. അതേ മോളെ, എന്താണെങ്കിലും നിന്റെ അഭിപ്രായം നിനക്ക് പറയാം, ആരും നിന്നെ തടയില്ല. എല്ലാവരുടെയും മനസ്സിൽ അവൾ എതിർക്കുമോ എന്നൊരു ആശങ്ക നിലനിന്നിരുന്നു. എങ്കിലും ഒട്ടും ഭയമില്ലാതെ തന്നെ തന്നെ ഏറെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നവനെയും തനിക്ക് ചുറ്റും നിൽക്കുന്ന വീട്ടുകാരെയും നോക്കി ഷാഹി. എല്ലാവരും പറഞ്ഞു വെച്ചെന്ന പോലെ നീലയിലാണ് വന്നിരിക്കുന്നത്. ഉമ്മൊരു ലൈറ്റ് ടീൽ ബ്ലൂ പർദ്ദ, വാപ്പയും ഉമ്മയും സെയിം കോസ്റ്റ്യൂമാണ്. സച്ചുക്കിയാണെങ്കിൽ ഒരു നേവി ബ്ലൂ ഷർട്ട്, ലൈറ്റ് ഗ്രേ പാന്റിൽ ഇൻ ചെയ്തൊരു ഫോർമൽ ലുക്കിലാണ്. ഉപ്പാനെയും ഷാനുവിന്റെയും മുഖത്ത് സമ്മതിക്കാൻ പറയുന്ന ഭാവമായിരുന്നു. അത് കാണാൻ സച്ചുവിനെ നോക്കിയവൾ പറഞ്ഞു, എനിക്ക് സമ്മതം. റിംഗ് എക്സ്ചേഞ്ചും ഫാമിലി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും എല്ലാം കഴിഞ്ഞ് 2 വീട്ടുകാരും ഏറെ സന്തോഷത്തോടെ അവരുടെ വീടുകളിലേക്ക് മടങ്ങി. പിന്നെയെല്ലാം ശടപടേന്നായിരുന്നു. പിറ്റേന്ന് കോളേജിലേക്ക് ഷായിക്ക് കൂട്ടായി അവളുടെ സച്ചുക്കയും ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ അവർക്ക് പ്രണയിച്ച് നടക്കാനും മറ്റൊന്നും ടൈം കിട്ടിയിരുന്നില്ല. ഫൈനൽ സെം ആയതുകൊണ്ട് തന്നെ പഠിച്ചും പഠിപ്പിച്ചും റിവിഷനും ക്ലാസ് ടെസ്റ്റും എല്ലാമായി ആ 2 മാസം എലോൺ മസ്കിന്റെ സ്പേസ് എക്സിലും വേഗത്തിൽ കടന്നുപോയി. കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ പാടെ ഷായിക്ക് അക്കൗണ്ടന്റായിട്ട് ജോലി കിട്ടിയിരുന്നു. ഒരു PSC പോലും വെറുതെ വിടാതെ എല്ലാം എഴുതിയെടുത്തതിനാൽ തന്നെ സെക്കൻഡിൽ പഠിക്കുമ്പോൾ എഴുതിയ ടെസ്റ്റിനാണ് അക്കൗണ്ടന്റ് ജോബ് കിട്ടിയത്. ജോബ് റിസ്യൂമിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന ക്വാളിഫിക്കേഷനും അവൾ ആഡ് ചെയ്യാൻ വിട്ടുപോയിരുന്നില്ല. ജോലി കിട്ടിയതിൽ ഷായിക്കോടെ വീട്ടുകാർക്കുള്ളിൽ കൂടുതൽ സന്തോഷം സച്ചുവിനായിരുന്നു. ജോലി ആവാതെ കെട്ടിച്ചുവിടുന്ന പ്രശ്നമില്ലെന്ന് അവരുടെ ഉപ്പാന്റെ ഒറ്റ വാക്കിലാണ് ചെക്കൻ പക്കാ ഡീസന്റ് ആയത് തന്നെ. ഇല്ലെങ്കിൽ അവരുടെ ഉപ്പാവന്റെ മുട്ടുകാല് തല്ലിയെടുക്കുന്ന ബോധം അവനുണ്ട്. എന്തായാലും കല്യാണം കഴിക്കാൻ, അതും പ്രണയിച്ച പെണ്ണിനെ തന്നെ കെട്ടാൻ അവനനുഭവിക്കുന്ന ഓരോ ത്യാഗങ്ങളെ. നോട്ട് ദി പോയിന്റ് യുവർ ഓണർ. ഇതുകൊണ്ട് ആ കോളേജിൽ അവൻ ഡീസന്റ് ആയി, മനസ്സിലായല്ലോ അല്ലേ? ഇന്നാണ് ആ ദിവസം. അവർ കാത്തിരുന്ന അവരുടെ ദിനം, ദെയർ വെഡിങ് ഡേ. ഷാഹിർ അവേഴ്സ് സഫർ എന്നെഴുതി ഡെക്കറേറ്റ് ചെയ്ത് മനോഹരമാക്കിയ ബീച്ച് സൈഡിലായി കാണപ്പെടുന്ന ബോർഡ്, കടലിനെ ഫേസ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന മണ്ഡപം, അത്യാവശ്യം കുറച്ച് ഗസ്റ്റ് മാത്രം ഉൾക്കൊള്ളാവുന്ന വെഡിങ് ആയതുകൊണ്ട് തന്നെ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് നടത്തുന്ന ടീമാണ് ബീച്ചും മറ്റും അലങ്കരിച്ച് ഭംഗിയാക്കിയത്. ഫുഡിനായി കാറ്ററിംഗ് ഏൽപ്പിച്ചിരുന്നു. ഒരു ഈവനിങ് വെഡിങ് ആണ്, അതുകൊണ്ട് തന്നെ ആരും റഷാവില്ല.
മാത്രമല്ല ഇനി റിസപ്ഷൻ എന്ന പേര് പറഞ്ഞ് വേറെ ചിലവുമില്ല. ഒരു പരിപാടി നടത്തിയാൽ മതി. എന്നാൽ നടത്തുന്ന നല്ല രീതിയിൽ തന്നെ ചിലവ് കുറച്ച് മനോഹരമായ രീതിയിൽ തന്നെ ചെയ്യുക എന്ന് രണ്ടുപ്പമാരുടെയും തീരുമാനമാണ്. ലാവണ്ടർ ഷെയ്ഡ് എലഗന്റ് ആയിട്ടുള്ള സ്റ്റോൺ പതിപ്പിച്ച ലഹങ്കയും വളരെ മിതമായി സച്ചു തന്നെ അവൾക്കായി വാങ്ങിയ ആഭരണത്തിൽ അതിമനോഹരിയായി ദേവതയെ പോലെ വരുന്നവളെ ഈമവെട്ടാതെ നോക്കി നിന്നുപോയി അവനും ചുറ്റുള്ളവരും. സച്ചു ലാവണ്ടർ ഷെയ്ഡ് വരുന്ന ബ്ലേസർ സ്യൂട്ടായിരുന്നു വേഷം. അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി അവൻ അവന്റെ പെണ്ണിനെ, അവന്റെ പ്രാണനായവളെ മഹർമാല നൽകി തന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി. ഏതൊരു സുഖദുഃഖവേളയിലും കൈവിടില്ലെന്നൊരു ഉറപ്പോടെ വിശ്വാസത്തോടെ തന്റെ മഹറണിഞ്ഞു നിൽക്കുന്നവരുടെ തിരുനെറ്റിലായി അരുമയായൊരു ചുംബനം നൽകാനും അവൻ മറന്നില്ല. ഇരു കണ്ണുകളും അടച്ചുകൊണ്ട് തന്നെ അവൾ അത് സ്വീകരിച്ചു. ഭൂമിയിൽ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് താനിപ്പോഴെന്ന് അവൾ ചിന്തിച്ചു. തന്റെ മോളെ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചു എന്നുള്ള മനസ്സമാധാനം ഷാഹിയുടെ ഉപ്പാന്റെ മുഖത്തും പ്രകടമായിരുന്നു. ഫൈസൽ ചെന്ന് അയാളെ ചേർത്ത് പിടിച്ചു. ഒരിക്കലും വിട്ടുകളയില്ല, ഞങ്ങൾക്ക് അവൾ സ്വന്തം മോൾ തന്നെയാണെന്ന് പറയാതെ പറഞ്ഞു. സച്ചുവിന്റെ മാർ കഴുത്തിൽ വീണ നിമിഷം 1000 പൂത്തിരി ഒന്നിച്ച് കത്തിയ അനുഭൂതിയായിരുന്നു മനസ്സ് നിറയെ. എന്നോ മനസ്സിൽ കുഴിയൊത്തി മൂടിയ ആഗ്രഹമാണ് ഇന്ന് നടന്നെന്ന് അവൾ ഓർത്തു. സച്ചുവിന്റെ മഹറും അതോടൊപ്പം കിട്ടിയ ചുടുചുമ്മനത്താലും നാണിച്ച് ചുവന്ന മുഖത്താൽ അവനെ നോക്കാൻ കഴിയാതെ ലജ്ജയാൽ ചുറ്റും കണ്ണുവായി ചെയ്യിച്ചു കണ്ടു അവളുടെ 2 സുഹൃത്തുക്കളെ. സച്ചുക്കയും ഞാനും കാണാൻ ലുക്കുള്ളതുകൊണ്ട് തന്നെ കോളേജിൽ ഞങ്ങൾക്ക് 2 പേർക്ക് അത്യാവശ്യം ഫാൻസും ഉണ്ട്. ഇപ്പൊ നിൽക്കുന്ന ഫ്രണ്ട്സ് വരെ സച്ചുക്കാനെ നോക്കി വെള്ളറക്കിയിട്ടുണ്ട്. എന്നാൽ സഫീർ എന്ന കനി ഷാഹിറാക്കുള്ളതാണെന്ന് പടച്ചവൻ മുൻകൂട്ടി നിശ്ചയിച്ചതാ. എന്തായാലും എന്റെ കനി എനിക്ക് തന്നെ കിട്ടി. അവരെ കാണെ അവൾ മനസ്സിലായി ഓർത്തുകൊണ്ട് ചുണ്ടിലായി പുഞ്ചിരി പൊഴിച്ചു. ഒരാശ്വാസത്തോടെ സച്ചുക്കാനെ നോക്കുമ്പോൾ അവിടെയുണ്ട് ആൾ ആഷിഖ് സാറിനെ നോക്കി പുച്ഛിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന ഭാവത്തോടെ ലേ സച്ചു. ഓ, നമ്മൾ പ്രണയിക്കുന്ന പെണ്ണിനെ വേറെ ഇതിൽ നാറി വായി നോക്കി നമുക്ക് സഹിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നാറിയോട് പലതവണ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും പട്ടിയുടെ വാലിന്റെ സ്വഭാവ ഓന്. ആഹാ, നമ്മൾ സ്നേഹിച്ച പെണ്ണ് അതും അവൾ വായി നോക്കി ആ തിണ്ടിയുടെ കൺമുമ്പിൽ വെച്ച് മാറിയാർത്തുന്ന നിമിഷമുണ്ടല്ലോ, ഇറ്റ്സ് അൺഡിഫൈനബിൾ. ഫംഗ്ഷന് വലിയ തിരക്കും പാളങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2 വീട്ടുകാരും പെണ്ണിന്റെയും ചെക്കിനെയും ഫ്രണ്ട്സ് മാത്രം ഉൾക്കൊള്ളുന്ന ചെറിയൊരു പാർട്ടി ആയതിനാൽ തന്നെ പാർട്ടി അവസാനിപ്പിച്ച് എല്ലാവരും പല വഴിക്കായി തിരിഞ്ഞു. കിടക്കാനായി സച്ചുവിന്റെ മുറിയിലേക്ക് അടക്കുമ്പോൾ ഹൃദയം പതിവിലും വേഗതയിലും മിടിച്ചിരുന്നു. റൂമിൽ അവനോട് ചേർന്ന് അവന്റെ കട്ടിലിരിക്കുമ്പോൾ വർഷങ്ങളായി കാത്തു സൂക്ഷിച്ച അവളുടെ മനസ്സിലെ പ്രണയം അവൾ അവനോട് പങ്കുവച്ചു. എന്നാൽ അവനിൽ നിന്നും വന്ന മറുപടി അവളിൽ അതിശയം നിറച്ചു. എടി കുരിപ്പേ, നിന്റെ ഉപ്പയും ഞാനായിട്ട് നല്ല അടുപ്പം അന്നും ഇന്നും ഒരുപോലെ തന്നെ ഉണ്ട്. ചെറുപ്പം മുതൽ എനിക്ക് നിന്നെ പെരുത്തി ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ ഉപ്പയായിട്ട് ഞാൻ ഇടയ്ക്ക് വിളിക്കലും സംസാരിക്കലൊക്കെ ഉണ്ട്. പഠിച്ച് ജോലി നേടി ഞാൻ ആദ്യം ചെന്ന് നിന്നെ ചോദിച്ചുകൊണ്ട് നിന്റെ ഉപ്പാന്റെ അടുക്കളേക്കായിരുന്നു. വീട് വൃത്തിയാക്കുമ്പോൾ നിന്റെ ഡയറി കിട്ടിയ നിന്റെ ഉപ്പാക്ക് മോളുടെ ഹൃദയഭിത്തിയിൽ പതിഞ്ഞ പ്രണയം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ പൂർണ്ണ സമ്മതം. എൻ്റെ വീട്ടുകാർക്കും നിന്റെ വീട്ടുകാർക്കും എല്ലാം സീക്രട്ടായി കൊണ്ടു നടക്കുന്ന നിന്റെ ഉപ്പാനെ നമ്മുടെ പെങ്ങളെ കുട്ടി കൈയോടെ പൊക്കി സീൻ കോൺട്രി ആവുന്ന പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് നൽകി പിന്തുണച്ചത് അവളാണ്. അതുപോലെ ഞങ്ങളുടെ സ്ക്രിപ്റ്റിന്റെ ഭാഗം നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് പോലും. നമിച്ചു. ഇനി ഇതുപോലെ വേറെന്തെങ്കിലും പറയാനുണ്ടോ? കൈകൂപ്പിക്കൊണ്ട് അവളുടെ ചോദ്യത്തിനവൻ പൊട്ടിച്ചിരിച്ചു പോയി. എൻ്റെ പെണ്ണ്. അതും പറഞ്ഞ് അവളുമായിട്ട് അവൻ ആ കട്ടിലോട്ട് വീണു. അവളെ ചേർത്ത് പിടിച്ച് കാതോരമായി ഒരു നിശ്വാസം പോലെ ചോദിച്ചു, സ്വന്തമാക്കിയിട്ടി നിന്നെയാണ്. എൻ്റെ ഉടലിനും ഉയിരിനും പാതിയായി. അറിയാം ക്ഷീണം ഉണ്ടാവുന്നു, എന്നാലും കൊതിച്ചു പോവാ. ഈ നിമിഷം തന്നെ നമുക്ക് ഒന്നായാലോ ഒന്ന്. പുറത്തുനിന്നുള്ള ഇടിയുടെ ഒച്ചയും മിന്നലിന്റെ വെളിച്ചവും കൂടെ നല്ല ഇടിവെട്ട് മഴയും. പുറത്ത് പെയ്യുന്ന മഴയിലേക്ക് ജനാല വഴി നോക്കിക്കൊണ്ട് അവനുള്ള സമ്മതമെന്ന പോൽ അവന്റെ നെറ്റിയിൽ അവിടെ അധരം പതിപ്പിച്ചു. പുറത്ത് അതിശക്തമായി പെയ്യുന്ന മഴ, അകത്ത് ഇത്രനാൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ച പ്രണയം, അതിന്റെ പരിശുദ്ധി കളങ്കമാക്കാതെ തന്നെ അതിതീവ്രമായ അവളിലേക്ക് അവനിലേക്ക് അവളും പകർന്നു നൽകുകയാണ്. അവസാനം ഒരു തളർച്ചയോടെ മറന്നു കിടന്നവൻ അവളെ വലിച്ചവന്റെ നെഞ്ചിലായി കിടത്തി. അവളുടെ കാതോര മുഖം താഴ്ത്തി രക്തം തൊട്ടെടുക്കാൻ ഭാവത്തിന് ഇരച്ചു കയറിയ കവിൾത്തടത്തിൽ അമർത്തി മുത്തിക്കൊണ്ടവൻ പറഞ്ഞു, താങ്ക്സ് ഫോർ മേക്ക് മീ കംപ്ലീറ്റ്. അവൾ നാണത്താൽ അവന്റെ കഴുത്തിടിക്കലായി മുഖം കുളിപ്പിച്ചു. സച്ചു അവന്റെ ഷാഹി ഒരു കുഞ്ഞിനെ എന്ന പോലെ തട്ടി ഉറക്കി കൊടുത്തു. അവൾ ജീവിക്കട്ടെ, മരുമകൾ എന്നതിലുപരി നല്ലൊരു മകളായി, ഭാര്യയായി, ഉമ്മയായി, ഉമ്മൂമ്മയായി, പ്രണയിച്ചും സ്നേഹിച്ചും അങ്ങനെ അങ്ങനെ.